പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ, ഇതൊക്കെ എന്ത്. ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പൊട്ടാസ്യം സയനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചെടുത്തിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവർ തോപ്പിച്ചു കളഞ്ഞേക്കാണ്. ശ്രീ VD സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി, ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എൻ്റെ പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി, ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഹാക്കൾക്ക് കുരുപൊട്ടാൻ തുടങ്ങി. എൻ്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എൻ്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവം, അവർ ശീലിച്ചതേ പാലിക്കൂ. അല്ലാതെ നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ സമാധാനം. പിന്നെ എൻ്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലൊക്കെ ഇട്ടിട്ട് ഇന്റുമാർക്ക് ഇട്ടേക്കണം, ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എൻ്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ, ഇതൊക്കെ എന്ത്. ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇൻഡു ഇട്ടേക്കണം. ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം അന്വേഷണം എന്താണ്, രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലെടുത്തത് അരിപ്പൊടിയുള്ള പരസ്യം. അതുകൊണ്ട് നമ്മളിനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവരെ വെറുതെ വിട്ടേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല, ഇപ്പൊ ഇന്നലെ എൻ്റെ പേരിൽ കേസെടുത്തേക്കാം. അപ്പൊ പല TV-ക്കാരും വന്നേക്കണത് അതെന്താന്ന്, അപ്പൊ അവരോട് പറഞ്ഞേക്കാല്ല. എനിക്ക് വേറെ അത് ഇന്നലെ എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്. ഞാൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി. മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് അമേരിക്ക കേരളത്തേക്കാൾ മോശ സ്ഥലമാണെന്നും അമേരിക്കയിൽ നല്ല സ്ഥലമാണ് കേരളം എന്നൊരു പയ്യൻ പറഞ്ഞു. അവന് ഊളംപാറയെ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ഊളംപാറ എന്നൊരു ഹോസ്പിറ്റലില്ല, ഈ 2 കുട്ടികളും ഇല്ല. അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ളത്. പിന്നെ അതാണ് പറഞ്ഞത്, കേസ് കൊടുത്തത് ഇയാളെ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല. കെമിസ്ട്രി പറയുന്നതിന് ആർക്കും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അന്നൊരു കെമിസ്ട്രി ഞാൻ പറഞ്ഞുതരാം. ഈ സൈനൈഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് അയിരികളിൽ നിന്നും, നമ്മുടെ ലോഹങ്ങളുടെ അയിരില്ലേ, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് എടുക്കാനുള്ള പൊട്ടാസ്യം, നമ്മൾ സ്വർണ്ണ പണിക്കാരുടെ ചോദിച്ചറിയാം, പൊട്ടാസ്യം സയനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചെടുത്തിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവർ തോപ്പിച്ചു കളഞ്ഞേക്കാണ്. പറയുകയാണെങ്കിൽ മണിക്കൂറുകളോട് നിന്ന് പറയാനുള്ള തമാശകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിക്കടമോൻ, ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരു ദിവസത്തെ കൺവെൻഷൻ ഞാനായിരുന്നു കൊടുക്കുക. അദ്ദേഹം എൻ്റെ മരിക്കുന്നവരെ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിക്ക ഈ മണ്ണിൽ നിന്നും ഇവിടെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും കളമശ്ശേരിയെ ശരിയാക്കിയ ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾ ഇന്നും തളം കെട്ടി നിൽക്കുകയാണ്. ആ ഓർമ്മകൾക്ക്
നിങ്ങൾ ഒരു നന്ദി കൊടുക്കണം. സ്വന്തം ജീവവായു പോലെ ഒരു സ്വന്തം കളമശ്ശേരിയെ സ്നേഹിച്ച ആ മനുഷ്യന്റെ മകനെ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Frontline News Malayalam, delivering the latest updates with speed and accuracy.